ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ്. ഇന്ന് ഞാൻ എൻ്റെ മോന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഞാനൊന്ന് കാണിച്ചു തരാമേ. നമുക്ക് ഈ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. റൈസ് ഒരു 2 കപ്പ് കഴുകി വൃത്തിയാക്കി വേവിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് ബിരിയാണി റൈസ് ആകാം, ജീരകാരി ആകാം. ഞാനിപ്പോൾ ഇവിടെ ജീരകാരിയാണ് എടുത്തേക്കുന്നത്. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 2 ടൊമാറ്റോ ജ്യൂസ് ആക്കിയത്, 2 ടൊമാറ്റോ കഷ്ണങ്ങളാക്കിയത്, നെയ്യ്, 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക്, കുറച്ച് വേപ്പില, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ്, കറുകപ്പട്ട, ഗ്രാമ്പു, സ്റ്റാർ. ഇതൊക്കെയാണ്. ഇത്രയും ഐറ്റംസ് നമുക്ക് മതി. പെട്ടെന്ന് നമുക്ക് ഈ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയെടുക്കാം. പാൻ ചൂടാക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് നെയ്യ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഈ കറുകപ്പട്ട, സ്റ്റാർ അതെല്ലാം ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് നമുക്ക് വേപ്പില ഇടാം. സൗണ്ടൊക്കെ കേട്ട് തുടങ്ങി പൊട്ടുന്ന. അത് കഴിഞ്ഞിട്ട് സവാള ഇടുക. സവാള നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ചെറിയൊരു ബ്രൗൺ കളർ ആകുന്ന നമ്മുടെ സവാള വഴറ്റുക. അതിലോട്ട് പച്ചമുളക് കൂടി ഇടുക. നിങ്ങളുടെ കുട്ടികൾക്ക് എരിവ് ഒത്തിരി ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഒരു 3-4 പച്ചമുളക് ഇടാം. എരി അത്ര ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് 2 പച്ചമുളകാണേലും ഇട്ടാൽ മതി. കാരണം നമ്മൾ ഇച്ചിരി മുളക് പൊടിയും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ടല്ലോ. സവാള നന്നായിട്ട് വഴറ്റുക. സവാള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. അതിനകത്ത് ഇനി നമുക്ക് ടൊമാറ്റോ അരിഞ്ഞ് വെച്ചേക്കുന്ന ടൊമാറ്റോ ഇടുക. നന്നായി ഇളക്കി കൊടുക്കുക. ടൊമാറ്റോയും സവാളയൊക്കെ നന്നായിട്ട് ഒന്ന് ഉടയുന്നിടം വരെ ഇളക്കുക. നന്നായിട്ട് വഴറ്റി കൊടുത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പം ഇതൊന്ന് ചുമന്ന് തുടങ്ങി. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തോളാം. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ലതായിരിക്കും. മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് പച്ച ചുവ മാറി നമ്മൾ വഴറ്റണേ. എന്നിട്ട് ഗരം മസാല ഇടുക. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ടൊമാറ്റോ, 2 ടൊമാറ്റോയാണ് ഞാൻ അരച്ച് വെച്ചേക്കുന്നത്. ആ ടൊമാറ്റോ ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായി ഒന്ന് പറ്റുന്നിടം വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുവിധം ഇത് പറ്റി തുടങ്ങി. ആ സമയത്ത് നമ്മൾ റൈസ് കുറേശ്ശായിട്ട് റൈസ് ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കണേ. നോക്കൂ, നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് സ്കൂളിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ അവർക്ക് വലിയ ഇഷ്ടമാവും. ലഞ്ച് ബോക്സിൽ ഇതൊക്കെ കൊടുത്തുവിടുവാണെങ്കിൽ കുട്ടികൾക്ക് വലിയ സന്തോഷമാവും. എന്നും ഈ ചോറും ചമ്മന്തിയൊക്കെ കൊടുത്തുവിടുന്നതിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ട് ഇടയ്ക്ക് ടൊമാറ്റോ റൈസ് നിങ്ങൾ കൊടുത്തുവിടണം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടാറ്റാ, ബൈ ബൈ.